ഇസ്രായേൽ ഇന്ത്യക്കൊപ്പം തന്നെയുണ്ട്. അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ജൂതരാജ്യത്തിന് ഇന്ത്യ നൽകുന്ന സപ്പോർട്ട്, അവർ ഇന്ത്യയെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് പല ആക്രമണങ്ങളും ഇന്ത്യ നേരിടുമ്പോൾ നമ്മൾ കണ്ടതാണ്. മിസൈലുകൾ ഇന്ത്യക്ക് നൽകി, ഒപ്പം ഇന്ത്യയെ നെഞ്ചോട് ചേർത്തുന്ന ഇസ്രായേലുകാരെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇന്ത്യയിലാണ് ഇസ്രായേലിലെ ജനങ്ങൾക്ക്, ജൂതർക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ളത്, ഏറ്റവും കൂടുതൽ സ്വതന്ത്രരായി അവർ ജീവിച്ച് മടങ്ങിയത്. ഇപ്പോഴും കൊച്ചിയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ജൂതർ ഇപ്പോഴുമുണ്ട്. അവരൊക്കെ വളരെ സ്വാതന്ത്ര്യത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നത്. അവരെയൊക്കെ നമ്മുടെ സർക്കാരുകൾ വളരെ എന്താ പറയുക, ആദരവുപൂർവമായിട്ടാണ് അവരെയൊക്കെ കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്, എൻ്റെ രാജ്യത്തെ ആക്രമിക്കുന്നത് പോലെയാണ് നിങ്ങൾ ഇന്ത്യയെ ആക്രമിക്കുന്നത്, അങ്ങനെയാണ് എങ്കിൽ പിന്നെ പാകിസ്ഥാൻ ഉണ്ടാകില്ല എന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊടുത്തത്. അവരുടെ പാഠപുസ്തകത്തിൽ പോലും അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇന്ത്യ നമ്മുടെ മാതൃരാജ്യം കൂടിയാണ്, ഇന്ത്യയെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, ഇന്ത്യ നമുക്കെല്ലാമാണ്. അപ്പോൾ നമ്മുടെ ഓരോ കുട്ടികളും ഇന്ത്യയെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ പാക് സോഷ്യൽ മീഡിയ ഹീറോയായ മുഹമ്മദ് ഷയാൻ അലി അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പാകിസ്ഥാനിലേറെ ആരാധകരുള്ള സോഷ്യൽ മീഡിയ താരമാണ് മുഹമ്മദ് ഷയാൻ അലി. പാക് അധികൃതരുടെ പീഡനങ്ങളെ തുടർന്ന് മുഹമ്മദ് ഷയാൻ അലി രാജ്യം വിട്ടിരുന്നു. പിന്നീട് സനാതന ധർമ്മം സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകണമെന്ന് ആ സമയത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, പാകിസ്ഥാൻ വളരെ വേഗം ആശ്ചര്യപ്പെടും, അവർ ഇതിൽ ഖേദിക്കും, ഇസ്രായേലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണം, ഇസ്രായേൽ ഇന്ത്യക്ക് കരുത്തായുമുണ്ട്, കശ്മീരിലെ പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരെ കനത്ത തിരിച്ചടി നൽകണം, ജയ് ഹിന്ദ്. ഞാൻ നിങ്ങളുടെ പാകിസ്ഥാൻ ഭീകരത നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് തന്നെ തുറന്നു കാട്ടി. നിങ്ങൾക്കറിയാമോ, ഞാനും ജനിച്ചത് പാകിസ്ഥാനിലെ കറാച്ചിയിലാണ്. ഇന്ത്യയിൽ നിന്ന് മോഷ്ടിച്ച ഒരു ഭൂമി, ഇനി ട്വീറ്റുകളൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രതികാരം വേണം, തകർക്കണം. ഇന്ന് എൻ്റെ വേരുകളിലേക്ക് തിരിച്ചെത്തിയതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ഞാൻ പാകിസ്ഥാനിലാണ് ജീവിച്ചത്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ത്യക്കെതിരെ പുലർത്തുന്ന ആഴത്തിൽ വേരൂന്നിയ വെറുപ്പിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. 1947, 1965, 1971, 1999, തീർച്ചയായും 2019 എന്നിവയിലെന്ന പോലെ പാകിസ്ഥാന്റെ ഈ ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ ഉടൻ തന്നെ പ്രതികരിക്കും. പാകിസ്ഥാനും പലസ്തീനും തുടച്ചു മാറ്റപ്പെട്ടാൽ ലോകത്ത് നിന്ന് ഭീകരവാദം ഒഴിയുമെന്നായിരുന്നു അന്ന് ഇദ്ദേഹം കുറിച്ചത്. അതായത് ഈ മുഹമ്മദ് ഷയാൻ അലി കുറിച്ചത് അങ്ങനെയാണ്. അപ്പോൾ ഇസ്രായേൽ ഒപ്പം തന്നെ ഉണ്ടാകും, നിങ്ങൾ ഇസ്രായേലിനെ ചേർത്ത് നിർത്തുക. ഇപ്പോൾ ഈ ആക്രമണത്തിൽ തന്നെ ഇസ്രായേലിന്റെ മിസൈലുകൾ, ഇസ്രായേലിന്റെ ചാവേർ മിസൈലുകൾ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആത്മഹത്യാ ഡ്രോണുകൾ എന്നൊക്കെ പറയുന്ന ഹാരോ മിസൈലുകൾ ഇന്ത്യക്ക് നൽകി സഹായിച്ചിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനും ഇസ്രായേൽ കൂടെയുണ്ട്. ഇനി പാകിസ്ഥാനിൽ പോയി പാകിസ്ഥാനെ തീർക്കണമെന്ന് ഇന്ത്യ പറഞ്ഞാൽ പോലും ഇസ്രായേൽ അതിനും മുതിരും എന്നുള്ളതാണ്. അത്രയ്ക്ക് എന്താ പറയുക, വലിയ രീതിയിലുള്ള ഈ ആത്മബന്ധമാണ് ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ഉള്ളത്. ഇപ്പോൾ റഷ്യയുമായുണ്ട്, ഫ്രാൻസുമായുണ്ട്, ഡച്ചുമായുണ്ട് ഇന്ത്യക്ക്, സൗദി അറേബ്യയുമായുണ്ട്, UAEയുമായുണ്ട്, മറ്റു പല രാജ്യങ്ങളുമായി ഇന്ത്യക്ക് വളരെ വലിയ അടുപ്പമുണ്ട്. എല്ലാ ലോക രാജ്യങ്ങളുമായി ഇന്ത്യക്ക് വളരെ മികച്ച അടുപ്പമാണ്. അതിൽ കുറച്ച് രാജ്യങ്ങൾ, മാലദ്വീപിനെ പോലെയോ അല്ലെങ്കിൽ ഈ തുർക്കിയെ പോലെയോ പിന്നെ ഇപ്പോ ചൈനയെ പോലെയുള്ള കുറച്ച് രാജ്യങ്ങളാണ് ഇന്ത്യയെ ഇപ്പോഴും പാകിസ്ഥാനൊക്കെ ശത്രുക്കളായി കാണുന്നത്. പാകിസ്ഥാനെ പിന്നെ നമുക്ക് പറയാം, കാരണം പാകിസ്ഥാൻ ഭീകരതയെ വളർത്തുന്ന ഒരു രാജ്യമാണ്. പക്ഷേ തുർക്കിയൊക്കെ സംബന്ധിച്ചിടത്തോളം തുർക്കിയുടെ ഏറ്റവും കൂടുതൽ വിപണനം നടക്കുന്നത് ഇന്ത്യൻ വിപണികളിലാണ്. 148 കോടി ജനങ്ങളുള്ള ഇന്ത്യൻ വിപണികളിൽ നിന്ന് തുർക്കിയുടെ സാധനങ്ങൾ വേണ്ട എന്ന് ഇന്ത്യ വച്ചാൽ തുർക്കിക്കോടും പട്ടിണിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പിലൊരു പാകിസ്ഥാൻ എന്നാണ് തുർക്കി അറിയപ്പെടുന്നത്. പിന്നെ ചൈനയ്ക്ക് പാകിസ്ഥാനും വേണം, ഇന്ത്യയും വേണം. പക്ഷെ ചൈനയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇപ്പൊ ദരിദ്ര രാജ്യമാണ്, പാകിസ്ഥാനിൽ സാമ്പത്തികമില്ല. അപ്പോൾ ചൈന ചിന്തിക്കുന്നത് പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുത്താൽ തിരിച്ച് പണം കിട്ടില്ല എന്ന് ചൈനയ്ക്ക് നന്നായി അറിയാം. അതേസമയം
ഇന്ത്യൻ വിപണിയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് തങ്ങളുടെ ആയുധങ്ങളോ തങ്ങളുടെ സാധനങ്ങൾ ഇന്ത്യൻ വിപണിയിലോ നിക്ഷേപിച്ചാൽ അത് വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് ചൈനയ്ക്കറിയാം. ചൈന സാമ്പത്തിക നേട്ടം എവിടെ നിന്ന് കിട്ടുന്നു അവിടത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അതുകൊണ്ട് പാകിസ്ഥാനുമായുള്ള ബന്ധം താൽക്കാലികമായി നിർത്തിക്കൊണ്ട് ചൈന ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ചൈന കഴിഞ്ഞ ദിവസങ്ങളിൽ ബീജിംഗിൽ പറഞ്ഞത്. ഞങ്ങൾ ഭീകരവാദത്തെ എതിർക്കുന്നു, ഭീകരരെ ഞങ്ങൾ എതിർക്കുന്നു, ഭീകരവാദം ഒരു മണ്ണിലും വളർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ചൈന കൃത്യമായ നിലപാടെടുത്തത്. നേരത്തെ മാലിദ്വീപും ഇന്ത്യക്കെതിരെ ചില നിലപാടുകളുമായി രംഗത്ത് വന്നിരുന്നു. അന്ന് ഇന്ത്യ കർശനമായ ഒരു നിലപാട് സ്വീകരിച്ചു. മാലിദ്വീപിലേക്ക് ഇന്ത്യക്കാർ ടൂറിസ്റ്റ് വിസയുമായി പോകണ്ട, ടൂറിസം മാലിദ്വീപിൽ വേണ്ട എന്നുള്ളത്. മാലിദ്വീപ് സാമ്പത്തികമായി വലിയ അടിപതറിയ സമയമായിരുന്നു അത്. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരുപാട് തവണ എനിക്ക് താങ്കളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് മാലിദ്വീപിന്റെ പ്രസിഡന്റ് മോദിയെ കാത്തുനിന്ന് കണ്ട് തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്നത് എന്താണോ അത് തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ കാല് പിടിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇന്ത്യയിൽ നിക്ഷേപിക്കാനും ഇന്ത്യയെ ഒപ്പം നിർത്താനും ഇന്ത്യയോടൊപ്പം കൂട്ടുകൂടാനും പല രാജ്യങ്ങളും ഇന്ന് മത്സരിക്കുകയാണ്. അപ്പോ ഇന്ത്യക്ക് തന്നെയാണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് എന്ന് പറയുന്നത്. ലോകരാജ്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി എത്തുമ്പോൾ അവിടെ മോദിയേക്കാൾ കൂടുതൽ നമുക്ക് എന്താ പറയുക ഇന്ത്യയാണ് അംഗീകരിക്കപ്പെടുന്നത്. ആ ഇന്ത്യ അംഗീകരിക്കപ്പെടുന്നത് 2014 ശേഷമാണ്. ഇന്ത്യക്കാർക്ക് ഒരു വിലയും ഇല്ലാതിരുന്ന രാജ്യങ്ങളിൽ പോലും ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ ഇന്ന് ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ, റഷ്യ, ഫ്രാൻസ്, ഡച്ച് പോലുള്ള രാജ്യങ്ങൾ, ഇസ്രായേൽ പിന്നെ എപ്പോഴും നമ്മളോടൊപ്പം തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അത്രയും സ്വീകാര്യത കിട്ടിയത് 2014 ശേഷം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ കാവൽക്കാരൻ അധികാരത്തിലെത്തിയതിനു ശേഷമാണ്. ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ട് അദ്ദേഹം പല രാജ്യങ്ങളുമായി ബന്ധം പുലർത്തിക്കൊണ്ട് സാമ്പത്തികമായും ആയുധങ്ങളുമായും ഒക്കെ ബന്ധം പുലർത്തിക്കൊണ്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തിയത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ രാജ്യം മറ്റു പല രാജ്യങ്ങളിലും ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. ഇപ്പോൾ സുഖോയ് പോലുള്ള യുദ്ധവിമാനങ്ങൾ ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങി, മാത്രമല്ല റഷ്യയുമായി വലിയ രീതിയിലുള്ള ആയുധ കരാറുകൾ നമ്മൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ, പാകിസ്ഥാനെ ചുട്ടുചാമ്പലാക്കിയ ബ്രഹ്മോസ് മിസൈൽ, അത് വാങ്ങാൻ 18 രാജ്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ ശക്തിയെ തെളിയിക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.